ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ്. നമുക്കിന്ന് സ്റ്റോറിയിലേക്ക് പോയാലോ? കൂടുതൽ വലിച്ചു നീട്ടിക്കുന്നില്ല. കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ നാട്ടിലെ പിടക്കോഴികളുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാം, പക്ഷെ സ്വന്തം ഭാര്യയുടെ പേര് പോലും അറിയില്ല. അവൻ ദത്തനല്ല, കൃഷ്ണൻ എന്ന പേരിടണ്ട, കൊള്ളത്തമ്മാടി. വർണ്ണദത്തിനെ ചീത്ത വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയേ. മനസ്സിനെന്തോ വല്ലാത്ത അസ്വസ്ഥത പോലെ. പിന്നെ അവൾക്കൊരു സമാധാനം ഉണ്ടായില്ല. വൈകുന്നേരം വരെ എങ്ങനെയോ സമയം തള്ളി നീക്കി. വർക്ക് കഴിഞ്ഞ് ദത്തൻ വരുമ്പോൾ ഉമ്മറത്തെ പടികെട്ടിയിരുന്ന് എന്തോ കാര്യമായി ആലോചിക്കാണ് വർണ്ണ. ദത്തൻ വരുന്നതറിഞ്ഞിട്ടും അവൾ അങ്ങനെ നോക്കാനോ ശ്രദ്ധിക്കാനോ പോയില്ല. ദത്തൻ അകത്തേക്ക് കയറിപ്പോയതും വർണ്ണ നേരെ പുഴക്കടവിലേക്ക് നടന്നു. വെള്ളത്തിലേക്ക് കാലിട്ട് പടിക്കെട്ടിലേക്ക് ഇരുന്നു. പുഴയിലെ കുഞ്ഞു മീനുകൾ അവളുടെ കാലിൽ ഇക്കിളി കൂട്ടി. നിങ്ങൾക്കൊക്കെ എന്തൊരു സുഖമാ മീൻ കുഞ്ഞുങ്ങളെ. ജോലിക്ക് പോവണ്ട, കോളേജിൽ പോവണ്ട, വീട്ടുപണി ചെയ്യണ്ട, ഏത് സമയം ഇങ്ങനെ വെള്ളത്തിൽ നീന്തി കളിച്ചാൽ മതിയല്ലോ. വല്ല മീൻ കുഞ്ഞായി ജനിച്ചാൽ മതിയായിരുന്നു. അയ്യോ, അത് വേണ്ട. വല്ല മീൻപിടുത്തക്കാരും വന്ന് പിടിച്ചുകൊണ്ട് പോയി ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ ഞണ്ടുവായാൽ മതി. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഇറുക്കി കൊല്ലാലോ. പക്ഷെ വേണ്ട, ഞണ്ടിനധികം ആയുസില്ല. തവളയാ നല്ലത്. അതാകുമ്പോൾ കരയിലും ജീവിക്കാം, വെള്ളത്തിലും ജീവിക്കാം, ചാടി നടക്കാം. ഇനി വല്ല തവളപ്പിടുത്തക്കാരെങ്ങാനും ഒന്ന് പിടിച്ചാലോ. പറഞ്ഞ കാര്യമായിട്ട് ഓരോന്ന് ആലോചിക്കുമ്പോഴാണ് പിന്നിൽ ഒരാളനക്കം അറിഞ്ഞത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ദത്തനായിരുന്നു. താൻ പറഞ്ഞതെല്ലാം അവൻ കേട്ടിട്ടുണ്ടെന്ന് അവൻ്റെ മുഖഭാവത്ത് നിന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ ദത്തനെ ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം അവിടെ നിന്ന് എണീറ്റ് പോയി. ദത്തനാണെങ്കിൽ ഇവൾക്കെന്താ പറ്റിയെന്ന ഭാവത്തിൽ നിന്നു. ഇവളെന്തിനോ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണേ? ഇനി വെള്ളത്തിൽ ആരെങ്കിലും ഉണ്ടാ? അവൻ ചുറ്റുമൊന്ന് നോക്കി, പക്ഷെ ആരുമില്ല. മാടമ്പിള്ളിയിലെ മനോരോഗ്യാണ് ഇവള്. ഞാൻ താലി കെട്ടിക്കൊണ്ടുവന്നോള്. അവൻ ഓരോന്ന് ആലോചിച്ചു കുളിക്കാൻ ഇറങ്ങി. വർണ്ണ വേഗം കൈയും കാലും കഴുകി അകത്തേക്ക് വന്നു. ഉമ്മർത്ത് വെച്ചുള്ള ഹനുമാൻ സ്വാമിയുടെ മുന്നിലുള്ള ചെറിയ വിളക്ക് കത്തിച്ചു. ശേഷം ഒന്ന് പ്രാർത്ഥിച്ച് ദത്തൻ്റെ മുറിയിൽ വന്നിരുന്നു. ദത്തൻ കുളി കഴിഞ്ഞു വരുമ്പോൾ ബെഡിലിരുന്ന് കാര്യമായി എന്തോ ആലോചനയിലാണ് വർണ്ണ. അവൻ അവളെ ശ്രദ്ധിക്കാതെ അലമാരയിൽ നിന്ന് ഒരു ഷർട്ടും മുണ്ടും എടുത്തിട്ട് മുള്ളറ്റുമായി പുറത്തേക്ക് പോയി. വേണ്ട, മൈൻഡ് ചെയ്യണ്ട, ഞാനും ഇനി ശ്രദ്ധിക്കാൻ വരില്ല. ഒരാളിങ്ങനെ മൈൻഡ് ചെയ്യാതെ മിണ്ടാതെ ഇരിക്കുമ്പോൾ എന്താ കാര്യം എന്ന് അന്വേഷിക്കേണ്ട സാമാന്യ മര്യാദ പോലും ഇല്ല അവള്. കൊള്ളത്തെമ്മാടി. ദത്തൻ പോകുന്നു നോക്കി അവൾ സ്വയം പിറുപുറത്തു. തന്നെ അവൻ ശ്രദ്ധിക്കാത്തതിന് തൻ്റെ മനസ്സ് എന്തിനാണ് ഇത്രയും അസ്വസ്ഥമാകുന്നതെന്ന് അവൾക്ക് പോലും അറിഞ്ഞില്ല. ദത്തനോടുള്ള ദേഷ്യം കൊണ്ട് അവൾ അവൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചില്ല. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ അവൾക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനെന്തിനാ അവനോടുള്ള ദേഷ്യത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കണേ? അല്ലെങ്കിലും എനിക്കെന്തിനാ അവനോട് ദേഷ്യം? അവൻ ആരെയാന്ന് വെച്ചാൽ നോക്കുകയെ സ്നേഹിക്കുകയെ കെട്ടുകയും ചെയ്യട്ടെ, എനിക്കൊരു കുന്തമില്ല. അവൾ ബെഡിൽ നിന്ന് എണീറ്റ് ചെന്ന് അവൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. കൈയെല്ലാം കഴുകി വീണ്ടും വന്ന് കിടന്നതും മുറ്റത്ത് ദത്തൻ്റെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അവൾ എഴുന്നേറ്റ് ജനൽ വഴി പുറത്തേക്ക് നോക്കി. 4 കാലിലാണ് വരവ്. ആടി ആടി നടക്കാൻ പോലും വയ്യ. കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സ്റ്റെപ്പുകൾ കയറി ഉമ്മറത്തെ ചെയറിൽ വന്നിരുന്നു. അതെല്ലാം കണ്ട് സത്യത്തിൽ വർണ്ണയ്ക്ക് ചിരി വന്നെങ്കിലും അവനോടുള്ള ദേഷ്യം ഒന്നുകൂടെ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. അവൾ ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നോക്കിയപ്പോഴാണ് ചെയറിൽ ചാരിയിരുന്ന് കാൽ രണ്ടും തിണ്ണമേൽ കയറ്റി വെച്ച് കിടക്കാണ് ആള്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ദത്തൻ തല ഉയർത്തി നോക്കി. അവൻ്റെ കണ്ണുപോലും ശരിക്കും മിഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തെ സൂക്ഷ്മ നിരീക്ഷണത്തിനൊടുവിൽ മുന്നിൽ നിൽക്കുന്ന വർണ്ണയാണെന്ന് മനസ്സിലായതും അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. എന്ത് പൂരം കാണാനടി പുല്ല, നട്ടപ്പാതിരക്ക് ഇവിടന്ന് വന്ന് നിൽക്കണേ, കയറി പൊടി. അവനൊരലർച്ചയായിരുന്നു. വർണ്ണ വേഗത്തിൽ അകത്തേക്ക് പേടിച്ചോടുകയും. എന്നോട് ദേഷ്യപ്പെടാൻ ആജ്ഞാപിക്കാൻ അവനാരാ? അവന് ഈ വർണ്ണയെ ശരിക്കറിയില്ല. അവൾ അവനെ ചീത്ത വിളിച്ചു വന്ന് കിടന്നു. കുറെ കഴിഞ്ഞപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. രാവിലെ കണ്ണു തുറന്ന വർണ്ണ കാണുന്നത് അലമാരയിൽ എന്തോ തിരയുന്ന ദത്തനെയാണ്. ഇയാളിങ്ങനെ അകത്തെത്തി. ഇനി വിളിച്ചിട്ട് ഞാൻ എണീക്കാത്തതുകൊണ്ട് ഓടി പൊളിച്ച് അകത്തേക്ക് കയറിയതാണോ? വർണ്ണ ഓടിലേക്ക് നോക്കി ചോദിച്ചു. ഓ, തമ്പുരാട്ടി പള്ളി ഇറക്കണം ഇറങ്ങാ? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. നീ എങ്ങനെ അകത്ത് കയറി?
നീ ആരെ കെട്ടിക്കാനടി രാത്രി വാതിലും തുറന്നിട്ട് ഇവിടെ കിടന്നുറങ്ങിയേ? നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആര് സമാധാനം പറയും? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. ഈശ്വര, ഇന്നലെ ഞാൻ വാതിലടയ്ക്കാണ്ടാണ് കിടന്നേ, അവൾ സ്വയം ആലോചിച്ചു. ഡി, നീ എന്താ സ്വപ്നം കാണണോ? അവൻ വീണ്ടും ചോദിച്ചു. ദത്തന്റെ വീട്ടിലേക്ക് കയറി വന്നതിനെ ഉപദ്രവിക്കാൻ മാത്രം ധൈര്യമുള്ള ആളൊന്നും ഈ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ അത് പറഞ്ഞപ്പോൾ ദത്തൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി ഒരു തോർത്തുമുണ്ട് എടുത്ത് പുറത്തേക്ക് പോയി. അവളും വേഗം എഴുന്നേറ്റ് പല്ലും തേച്ച് ഡ്രസ്സുമായി കുളിമുറിക്ക് മുന്നിലായി നിന്നു. ദത്തൻ കുളി കഴിഞ്ഞ് തോർത്ത അഴയിൽ വിരിച്ച് വർണ്ണയെ ശ്രദ്ധിക്കാതെ അവൻ മുന്നോട്ട് നടന്നു. ദത്ത, അവൾ ദയനീയമായി വിളിച്ചു. ഇത് ദത്തന്റെ വീടല്ലേ? ഇവിടെ കയറുമെന്ന് നിന്നെ ഉപദ്രവിക്കാൻ മാത്രം ധൈര്യമുള്ള ആളൊന്നും ഈ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പൊന്നുമോള് ധൈര്യമായിട്ട് കുളിച്ചോ, കുറ്റിയില്ലാത്ത വാതിലൊന്നും കാര്യാക്കണ്ട, അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. മകരം വീട്ടാണല്ലേ നീ, സോറി പ്ലീസ് ദത്ത, അവൾ നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. 10 മിനിറ്റ്, അതിനുള്ളിൽ ഇറങ്ങിക്കോണം, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. കൊണ്ണിച്ചോരില്ലാത്ത സാധനം, അവൾ പിറുപിറുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ശക്തിയായി വാതിലടച്ചു. എന്നോടുള്ള ദേഷ്യത്തിന് വാതിൽ തല്ലിപ്പൊളിച്ച നഷ്ടം നിനക്ക് തന്നെയാ, ദത്തൻ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു. എന്താ ദത്ത, രാവിലെ തന്നെ കുളിമുറിക്ക് പുറത്തു നിൽക്കാണോ? ഭാര്യയ്ക്ക് കാവലാണോ? അപ്പുറത്തെ കടവിൽ നിന്ന് സനൂപ് ചോദിച്ചു. അതേടാ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭാര്യ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കാന്ന് കരുതി. വേണമെങ്കിൽ പാടാ, നിനക്ക് ഞാൻ കുളിപ്പിച്ച് കടത്തി തരാടാ, ദത്തൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സനൂപ് അവിടെ നിന്ന് എണീറ്റ് പോയി. ഒന്ന് വായടക്കി വെക്കും മനുഷ്യ, എന്നെ വെറുതെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്, വർണ്ണ ബാത്റൂമേ എന്നും വിളിച്ചു പറഞ്ഞു. വർണ്ണ കുളി കഴിഞ്ഞിറങ്ങിയതും ദത്തൻ വേഗം പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് പോയി. കുറെ കഴിഞ്ഞപ്പോൾ ചന്തു ഫുഡുമായി വന്നു. ഇതിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് കൂടി ഉണ്ട് കേട്ടോ ചേച്ചി, അവൻ പറഞ്ഞു. ചന്തു കഴിച്ചോ? ആ ചേച്ചി, ഈ നാളെ മുതൽ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ഇന്നത്തോടുകൂടെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി അടുത്ത മാസേ ഉള്ളൂ. അപ്പം നാളെ മുതൽ ചന്തു ക്ലാസ്സിൽ പോകാൻ തുടങ്ങല്ലേ? ഈ ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല. നാളെ ശനിയാഴ്ചയല്ലേ, അപ്പം നാളെ ക്ലാസ് ഉണ്ടാവോ? അപ്പം നാളെ ഹോളിഡേ ആണോ? ചന്തു എന്ന ചേച്ചിക്ക് ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താ ചേച്ചി? ചന്തുട്ടൻ നാളെ ചേച്ചിയുടെ കൂടെ ഒരു സ്ഥലം വരെ വരുമോ? അതിനെന്താ, വരാലോ. എവിടേക്കാ പോകുന്നേ? ചേച്ചിയുടെ വീട്ടിലേക്ക്. എൻ്റെ ബാഗും ബുക്കൊക്കെ അവിടെയാണ്. അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സിൽ പോകണം, അപ്പം അതൊക്കെ എടുത്തിട്ട് വരണം. ശരി ചേച്ചി, ഞാൻ രാവിലെ തന്നെ വരാട്ടോ. എന്നാൽ ഞാൻ ഇറങ്ങാം. ചന്തു യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി. കുറച്ച് സമയം കൊണ്ട് തന്നെ വർണ്ണയ്ക്ക് ചന്തുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരനിയനെ പോലെ. വൈകുന്നേരം ദത്തൻ വരുമ്പോൾ വർണ്ണ വിളക്ക് വയ്ക്കായിരുന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം ദത്തൻ കുളിക്കാൻ പോയി. അവൾക്കുള്ള ഫുഡ് അകത്ത് വെച്ച് ദത്തൻ വണ്ടിയുമായി പുറത്തേക്ക് പോയി. ഇയാൾ ഈ രാത്രിയിൽ ആരെ കാണാനാണോ ഇങ്ങനെ കുറ്റിയും പറിച്ചോണ്ട് പോണേ? വർണ്ണ വാതിലടച്ച് അകത്തേക്ക് വന്നു. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതിനാ ഭക്ഷണം കഴിച്ച് കിടന്നു. ഒന്ന് ഉറങ്ങി എണീറ്റതും അവൾ ഞെട്ടി ഉണർന്നു. പിന്നെ എന്തുകൊണ്ട് ഉറക്കം വന്നില്ല. ജനൽ വഴി നോക്കിയപ്പോൾ ദത്തൻ വന്നിട്ടുണ്ടായിരുന്നില്ല. സമയം എത്രയെന്നറിയില്ല. അവൾ പതിയെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല നിലാവെളിച്ചമുണ്ട്. അവൾ നേരെ പുഴക്കടവിലേക്ക് നടന്ന് കൽപ്പടവിലായിരുന്നു. നിനക്കെന്താ പറഞ്ഞാൽ പറ്റിയേ? നിന്റെ ചിന്തകളെ മുഴുവൻ നിറയുന്ന ദത്തൻ മാത്രമാണല്ലോ. താൻ ഇത്രയും കാലം കണ്ട ദത്തനല്ല ഈ 2 ദിവസമായിട്ട് കാണണേ. അല്ലെങ്കിൽ മനുഷ്യനെ അകലെ നിന്ന് കണ്ടു മനസ്സിലാക്കരുത്. അവരുടെ ഒപ്പം നിന്നാലേ അവരുടെ മനസ്സറിയാൻ കഴിയുള്ളൂ. എന്നാലും എന്നെ അറിയില്ല എന്ന് പറഞ്ഞ് കഷ്ടമായിപ്പോയി. ഇത്രയും കാലം കൺമുന്നിലുണ്ടായിട്ടും ആമി ചേച്ചിയുടെ കൂടെയുള്ള എന്നെ അറിയ പോലും ഇല്ല അത്രേ. അവളുടെ ഉള്ളിലെ ദേഷ്യം പതിയെ അസൂയിലേക്ക് വഴിമാറിയിരുന്നു, അവൾ പോലും അറിയാതെ. ദത്തൻ്റെ ബുള്ളറ്റ് മുറ്റത്ത് നിന്ന് വന്ന് വർണ്ണ അകത്തേക്ക് നടന്നു വന്നു. നീ എന്താ ഈ സമയത്ത് പുറത്ത്? നിനക്ക് ഉറക്കൊന്നുമില്ലേ? അവൻ കുഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഇല്ല, ഉറക്കം വന്നില്ല. അതിന് പുറത്തിറക്കാണ് ചെയ്യണ്ടേ, അകത്തിരുന്നാ പോരെ? ഓ സോറി, ഞാൻ ആ കാര്യം പറഞ്ഞു. ഇത് ദത്തന്റെ വീടല്ലേ, ഇവിടെ കയറി വന്ന് നിന്നെ ഉപദ്രവിക്കാൻ മാത്രം ധൈര്യമുള്ള ആൾ ഈ നാട്ടിലില്ലല്ലോ അല്ലേ? പക്ഷെ നീ അത് വിശ്വസിച്ച് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കണ്ട. എനിക്കിവിടെ ഒരുപാട് ശത്രുക്കളുണ്ട്. ഒരവസരത്തിന് കാത്തിരിക്കുകയായിരിക്കും. എന്നെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൂടെയുള്ള നിന്നെ ആയിരിക്കും ലക്ഷ്യം.
ഞാൻ എപ്പോൾ വീട്ടിലുണ്ടാക്കും എപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് എൻ്റെ പേര് ധൈര്യത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ നിൽക്കണ്ട. ദത്തൻ അത് പറഞ്ഞ് ചേരി വന്നിരുന്നു. നീ ശരിക്കും ആരാ ദത്ത? എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. ദത്തൻ ഓപ്പോസിറ്റുള്ള തിണ്ണയിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞ ചോദിച്ചു. ഞാൻ ആരാന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല, പിന്നെ ഇന്നലെ കണ്ട നിനക്ക്. അവൻ ചിരിയോടെ പറഞ്ഞു. ആ ചിരിയിലും എവിടെയോ ഒരു വേദന, കുഞ്ഞു നോവായി അവൾക്ക് അനുഭവപ്പെട്ടു. 10 പഠിക്കുമ്പോൾ മുതൽ എനിക്ക് നിന്നെ അറിയാം. ഏകദേശം 5-6 വർഷത്തെ പരിചയം. നീ പിന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. നിനക്ക് ആമി ചേച്ചിക്കല്ലേ കണ്ണി പിടിക്കുള്ളൂ. ആര് പറഞ്ഞു നിന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന്? 2 ഭാഗം മുടിയും കെട്ടി നിന്നെ കാണുമ്പോൾ മുഖം വീർപ്പിച്ചു പോകുന്ന നിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നിന്നോട് എന്താ അപരാധം ചെയ്തിട്ട് എന്നെ കണ്ടത് നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണേ? അത് കണ്ടാൽ തന്നെ മുഖം അടച്ചൊന്ന് തരാൻ തോന്നും. പിന്നെ ചെറിയ കുട്ടിയല്ലേ കരുതി ക്ഷമിക്കുന്നയാ. അപ്പോൾ നിനക്കെന്നെ അറിയായിരുന്നു ദത്ത? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നല്ലാതെ, നിന്റെ കോളേജിലെ ഇളനീർ കുഴമ്പ് വീഡിയോ ഈ നാട് മുഴുവൻ ഫേമസ് അല്ലേ? അത് നീ ഇന്നുണ്ടായിരുന്നോ? എൻ്റെ ഒരു കാര്യം, എന്നെ കണ്ട് ഞാൻ തോറ്റു. അവൾ ചിരിച്ചുകൊണ്ട് ദത്തൻ്റെ കയ്യിൽ തല്ലി. പിന്നെയാണ് താൻ എന്താ ചെയ്തതെന്ന് ബോധം അവൾക്ക് വന്നത്. സോറി, അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞതും ദത്തനൊന്നും മൂളി. കോളേജിൽ ഞങ്ങൾ 10 പേരാ കൂട്ട്. ക്രൈം പാർട്ട്നേഴ്സ് എന്ന ഞങ്ങളെ ഗ്രൂപ്പിന്റെ പേര്. അതിൽ ഞാനൊഴിച്ച ബാക്കി എല്ലാവരും റിച്ചാണ്. കാര്യം, വീട്ടിൽ ഞാനൊരു കണ്ണീർ നഴുകിയാണെങ്കിലും കോളേജിൽ ഒരു തലതെറിച്ച സാധന. കണ്ണീശ്വരയില്ലാത്ത ഒരു ഗ്യാങ്ങിന്റെ ആണ് ഞങ്ങളുടെ. അതിന്റെ ഭാഗമായാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരെ ഇളനീർ കുഴമ്പ് ഒളിച്ചത്. അതിന് നേതൃത്വം നൽകിയത് ഞാനും. ആ വീഡിയോ ആരോ ഷൂട്ട് ചെയ്ത് വൈറലാക്കി. നാട്ടിലും വീട്ടിലും കോളേജിലൊക്കെ ഞാൻ അങ്ങനെ ഫേമസ് ആയി. അമ്മയുടെ കയ്യിൽ നിന്ന് കുറേ വഴക്ക് കേട്ടു. കോളേജിലെ പ്രിൻസിപ്പാൾ വിളിച്ച് ഞങ്ങൾ വാൺ ചെയ്തു. പിന്നീട് എൻ്റെ ഇരട്ടപ്പേര് ഇളനീർ കുഴമ്പെന്നായി. അതൊക്കെ ഒരു കാലം. അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ദത്തനൊന്നും മിണ്ടാതെ അവൾ പറയുന്നത് കേട്ട് ചെയറിൽ ചാരിയിരുന്നു. എന്താ മോളെ, രാത്രി ഉറക്കൊന്നുമില്ലേ? റോഡിലൂടെ നടന്നു പോകുന്ന ഒരാൾ വർണ്ണ ഉമ്മറത്തിരിക്കുന്ന കണ്ട് ചോദിച്ചു. ഇല്ലടാ, നീ വന്ന് ഉറക്കി കൊടുക്ക്. ദത്തൻ ചെയറിൽ നിന്നും ചാടി എണീറ്റുകൊണ്ട് അലറി പറഞ്ഞു. ദത്തനെ കണ്ടതും അയാൾ ഏതു വഴി ഓടിയെന്ന് അയാൾക്ക് പോലും അറിയില്ല. മതി വീരസാഹസ കഥകൾ പറഞ്ഞത്, അകത്ത് കയറി പോവാൻ നോക്ക്. ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞ് ചെയറിലേക്ക് വന്നിരുന്നു. അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. വാതിലിനരികിലെത്തിയ വർണ്ണ വീണ്ടും അവൻ്റെ അരികിലേക്ക് തിരികെ വന്നു. ദത്ത, അവളുടെ വിളി കേട്ട് അടഞ്ഞുപോയ ദത്തൻ്റെ കണ്ണുകൾ വരച്ചു തുറന്നു. നിനക്ക് ആമി ചേച്ചി ഇഷ്ടായിരുന്നു അല്ലേ? ആമിയോ? ഏതാമി? ആത്മീക. ഇഷ്ടമോ? എനിക്കോ? ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? ചന്തു പറഞ്ഞല്ലോ. ആമി ചേച്ചി റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കിയിരിക്കുന്നു. അവളെ കണ്ട ഈ നാട്ടിൽ ആരോ നോക്കിയിരിക്കാത്ത എന്ന് വെച്ചാൽ അതിനർത്ഥം ഇഷ്ടമെന്നാണോ? ഒരു ദർശന സുഖം, അത്ര തന്നെ. അപ്പൊ നിനക്ക് ചേച്ചിയോട് ഇഷ്ടമൊന്നുമില്ല അല്ലേ? പാതിരാത്രി നിന്ന് കാര്യം അന്വേഷിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണെ, അവൻ ദയനീയമായി പറഞ്ഞു. എന്നാൽ വർണ്ണ അത് ശ്രദ്ധിക്കാതെ തിണ്ണയിൽ വന്നിരുന്ന് അവനോട് ഓരോന്നും പറയാൻ തുടങ്ങി. അവളുടെ കോളേജിലും കുട്ടിക്കാലത്തെയും കഥയായിരുന്നു കൂടുതൽ. വർണ്ണേച്ചി, വർണ്ണേച്ചി, ദത്തേട്ടാ, ദത്തേട്ടാ. ചന്തുവിന്റെ ശബ്ദം കേട്ടാണ് വർണ്ണയും ദത്തനും കണ്ണു തുറന്നത്. ഇതെന്തൊരു ഉറക്ക? ചേച്ചി ഇന്നലെ ഇവിടെ കിടന്നാണ് ഉറങ്ങിയേ? ചന്തു വർണ്ണയോടായി ചോദിച്ചു. അതകത്ത് നല്ല ചൂടായിരുന്നു, അതാ. നീ എന്താ ഇത്ര നേരത്തെ വന്നേ? വിഷയം മാറ്റാനായി അവൾ ചോദിച്ചു. നേരത്തെയോ? സമയം 10 മണിയാവാറായി. ചേച്ചി എന്തായാലും റെഡിയായി നിൽക്ക്. ഞാൻ ഈ നോട്ട്ബുക്ക് എൻ്റെ ക്ലാസ്സിൽ ആദ്യക്ക് കൊടുത്തിട്ട് വരാം. ക്ലാസ്സിൽ പോവാത്ത ദിവസത്തെ എഴുതിയെടുക്കാനേ ഞാൻ വാങ്ങിച്ചതാ. 1/2 മണിക്കൂറിൽ ഞാൻ തിരിച്ചു വരും. അത് പറഞ്ഞ് അവൻ പോയി. ദത്തൻ വർണ്ണയെ നോക്കി ഇരിക്കുകയായിരുന്നു. ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് അവൻ്റെ മുഖത്തു നിന്നും തന്നെ വർണ്ണയ്ക്ക് മനസ്സിലായി. അവൻ വേഗം എണീറ്റ് അകത്തേക്ക് പോയി. വർണ്ണ അപ്പോഴും തിണ്ണയിലെ തൂണി ചാരിയിരുന്ന പുഴയിലേക്ക് നോക്കിയിരുന്നു. കാറ്റിനാൽ അവളുടെ മുടിയിഴകൾ പാറി പറക്കുന്നുണ്ട്. ദത്തൻ അകത്തു നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. രാവിലെ തന്നെ ചുറ്റികയാണ് ഈ കേട്ട് ഇയാളെങ്ങോട്ടാ? ബാത്റൂമിനരികിലേക്ക് പോകുന്ന ദത്തനെ നോക്കി വർണ്ണ മനസ്സിൽ പറഞ്ഞു. ഓ, ഇതിനായിരുന്ന ഇവൻ്റെ നടപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ആരെ കൊല്ലാൻ പോവാന്ന്. അവൾ വാതിലിൻ്റെ കൊളുത്ത് ശരിയാക്കുന്ന ദത്തനെ നോക്കി പതിയെ പറഞ്ഞു.
അവൻ 2-3 തവണ വാതിൽ അടച്ചും തുറന്നും കൊളുത്തിന് ഉറപ്പുണ്ടോ എന്ന് നോക്കി. ശേഷം അഴയിൽ കിടക്കുന്ന തോർത്തെടുത്ത് കുളിക്കാൻ പോയി. ഇയാള് ശരിക്കും ഒരു ശുദ്ധനാണ്. ഈ കല്ലുപ്പും ദേഷ്യമൊക്കെ എല്ലാം അഭിനയ. അല്ലെങ്കിൽ ആരുമില്ലാത്ത എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യോ? ദത്തൻ കുളി കഴിഞ്ഞ് വരുമ്പോഴും വർണ്ണ അതേ ഇരിപ്പാണ്. തൻ്റെ മുഖത്ത് നോക്കി ചിരിയോടെയാണ് അവൾ ഇരിക്കുന്നത്. ഇവളെന്തിനാ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കണേ? ഇനി വല്ല കുഴപ്പമുണ്ടോ? അവൾ സ്വയം ഒന്ന് നോക്കി. നീ എന്തിനാടി എന്നെ നോക്കി ചിരിക്കണേ? നിനക്കെന്താ വട്ടായ? ദത്തൻ ചോദിച്ചെങ്കിലും വർണ്ണ അവനെ നോക്കി വീണ്ടും ചിരിക്കുകയാണ്. ഡി, നീ എന്ത് സ്വപ്നം കാണാനാ? ദത്തൻ അലറിയതും വർണ്ണ പെട്ടെന്ന് ഞെട്ടി. നീ എപ്പോ വന്നു ദത്ത? അവൾ ദത്തനെ നോക്കി ചോദിച്ചു. ഞാൻ വന്നിട്ട് കുറെ കാലായി. രാവിലെ തന്നെ ഏത് മറ്റവൻ ആലോചിച്ചിരിക്കാ നീ? ചന്തു ഇപ്പൊ വരും. അത് പറഞ്ഞവൻ അകത്തേക്ക് പോയി. വർണ്ണ വേഗം ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി. അവൾ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ദത്തൻ ഫോൺ നോക്കി ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു കാവ്യമുണ്ട് ഷർട്ടുമാണ് വേഷം. അവൾ റൂമിൽ പോയി വേഗം റെഡിയായി പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ചന്തു വന്നിരുന്നു. അവൻ ദത്തനോട് എന്തോ സംസാരിച്ച് നിൽക്കുകയാണ്. ചന്തു പോവാം? വർണ്ണ ചോദിച്ചു. പോവാൻ ചേച്ചി, ചേച്ചിനെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. ചന്തു അത് പറഞ്ഞു ദത്തനൊന്ന് ആക്കി ചമച്ചു. ചന്തു തിണ്ണയിൽ നിന്നും മുറ്റത്തേക്ക് ചാടി ചെരുപ്പിട്ടു. വർണ്ണ ദൈവത്തെ ഒന്ന് നോക്കി പ്രാർത്ഥിച്ചു. ഫോട്ടോയ്ക്ക് മുന്നിൽ എടുത്ത ഭസ്മം എടുത്തു തൊട്ടു. ചേച്ചി ദാ ഇത് കയ്യിൽ പിടിക്ക്. ചന്തു 2-3 കല്ലുകൾ മുറ്റത്ത് നിന്നും പറക്കി വർണ്ണയുടെ കയ്യിൽ കൊടുത്തു. ഇതെന്തിനാടാ? ഇതിപ്പോ കാറ്റുകാലല്ലേ, നമ്മളാണെങ്കി പുറത്തേട്ടും പോവാണ്. ഇനി വല്ല കാറ്റ് അടിച്ച ചേച്ചി പറന്നു പോയാലോ? അതുകൊണ്ട് സേഫ്റ്റിക്ക് കയ്യിലിരിക്കട്ടെ ഏട്ടാ. എടാ, നീ എന്നെ കളിയാക്കാണോ? വർണ്ണ അവന് പിന്നാലെ ഓടിയതും ചന്തു റോട്ടിലെത്തിയിരുന്നു. ചേച്ചി വേഗം റെഡിയായിട്ട് വാ, ഞാൻ റോഡിന്റെ മുകളിൽ വെയിറ്റ് ചെയ്യാം. വർണ്ണ തിരിഞ്ഞു വരുമ്പോൾ തന്നെ നോക്കി ചിരിക്കുന്ന ദത്തനെയാണ് കണ്ടത്. അവന്റെ മനസ്സ് തുറന്നുള്ള ചിരി അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ദത്ത, നിനക്ക് ഇങ്ങനെയൊക്കെ ചിരിക്കാനറിയോ? നിന്റെ ചിരി കാണാൻ എന്ത് രസാ? വർണ്ണ അത്ഭുതത്തോടെ ചോദിച്ചു. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം അന്വേഷിക്കാൻ വരണ്ട. ഓംബ്ര, അവൾ കുനിഞ്ഞു പറഞ്ഞു. അവൾ ചെരുപ്പിട്ടിറങ്ങിയതും ദത്തൻ പിന്നിൽ നിന്ന് വിളിച്ചു. ഡി, ദാ ഇത് കയ്യിൽ വെച്ചോ, ആവശ്യം വരും. പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്തുകൊണ്ട് ദത്തൻ പറഞ്ഞു. വേണ്ട ദത്ത, ഞാൻ കാരണം ഇപ്പം തന്നെ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇനി നിന്നെ ശല്യപ്പെടുത്താൻ വയ്യ. അവൾ അത് പറഞ്ഞ് മുന്നോട്ട് നടന്നെങ്കിലും ദത്തൻ വീണ്ടും പിന്നിൽ നിന്ന് വിളിച്ചു. ഈ വാതിലടക്കാൻ ഇനി നിന്റെ മറ്റവൻ വരുമോ? നീ ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ വാതിലടക്കണേ? ഞാൻ പുറത്തു പോവാ. അത് പറയില്ല. അവൻ ബുള്ളറ്റിൽ കയറിപ്പോയത് ഒരുമിച്ചാണ്. ഈ വേണ്ട വളിയനെ കൊണ്ട് ഞാൻ തോറ്റു. നിന്ന നിൽപ്പിന്റെ സ്വഭാവം മാറും. അത് പറഞ്ഞ് അവൾ ചെരുപ്പ് കഴിച്ച് അകത്തേക്ക് നടന്നു. വാതിലും ജനലെല്ലാം അടച്ച് പൂട്ടി താക്കോൽ ചെടിച്ചട്ടിയിൽ വെച്ച് റോഡിലേക്ക് ഇറങ്ങി. റോഡിൽ ചന്തുവിന്റെ കൂടെ ദത്തനും നിൽക്കുന്നുണ്ട്. അവൻ പറയുന്ന കേട്ട് ചന്തു കുലുങ്ങി ചിരിക്കുന്നു. വർണ്ണ അടുത്തെത്തിയതും ദത്തൻ ചിരി നിർത്തി വണ്ടിയുമായി പോയി. പോവാൻ ചേച്ചി? ആ, ഓരോന്ന് പറഞ്ഞ് സംസാരിച്ച് അവർ കവലയിലേക്ക് നടന്നു. കവലയിലെ കല്ലിങ്കിൽ ദത്തനും കൂട്ടുകാരി ഇരിക്കുന്നുണ്ട്. വർണ്ണ അവനെ നോക്കിയെങ്കിലും ദത്തൻ അവളെ ശ്രദ്ധിക്കാതെ തൻ്റെ ഫോണിൽ നോക്കിയിരുന്നു. എടാ ദത്ത, നിന്റെ ഭാര്യ നിന്നെ നോക്കി പോകുന്ന കണ്ടില്ലേ? ആ കുന്തത്തിൽ നിന്നൊന്ന് തലയേർത്തി അവളൊന്ന് നോക്കടാ, കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൻ ഫോണിൽ തന്നെ നോക്കി താല്പര്യമില്ലാതെ പറഞ്ഞു. നിന്റെ പ്രിയ പത്നി എങ്ങനെയുണ്ട്? നല്ല കുട്ടിയാണോ? എനിക്കറിയില്ല. ഡാ, ഒന്ന് നോക്കിയേ, എൻ്റെ ചിരി കാണാൻ നല്ല രസമാണോ? കൂടെയുള്ളവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു. എന്താ അങ്ങനെ തോന്നാൻ? അവൾ പറഞ്ഞു എൻ്റെ ചിരി കാണാൻ നല്ല രസമാണ്. എവള്? കൂടെയുള്ളവൻ മനസ്സിലാവാതെ ചോദിച്ചു. പറഞ്ഞ അവൾ പറഞ്ഞ നിന്റെ ചിരി കാണാൻ രസമുണ്ടെന്ന്. അപ്പൊ കാര്യങ്ങൾ ഇതുവരെയൊക്കെ എത്തി. നീ എന്താ ഞങ്ങളോട് പറഞ്ഞ? നിങ്ങൾ കണ്ട മിണ്ടുകൂടി ഇല്ലാന്നല്ലേ? കൂട്ടുകാരെല്ലാവരും കൂടെ അവനെ ഇട്ട് വാരാൻ തുടങ്ങി. ചേച്ചി, നമുക്ക് ഓട്ടോയിൽ പോവാം, ചന്തു പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, തിരിച്ചു വരുമ്പോൾ നമുക്ക് ഓട്ടോയിൽ വരാട്ടാ. പൈസയുടെ കാര്യം ആലോചിച്ച് ചേച്ചി പേടിക്കണ്ട, ഓട്ടോയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞത് അത്തേട്ടൻ തന്നെയാ. അവർ വീട്ടിലേക്ക് ഓട്ടോയിലാണ് പോയത്. മാമനും അഭയനും അവിടെ ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ് അവൾ അവിടേക്ക് പോയത്. അമ്മായിയോടും അമ്മി ചേച്ചിയോടും വിശേഷങ്ങൾ പറഞ്ഞ ബുക്കും ബാഗും ഡ്രസ്സെല്ലാം എടുത്ത് അവർ ഇറങ്ങി. ഇറങ്ങാൻ നേരം അമ്മായി 2000 രൂപ അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു.
അമ്മായിയുടെ കയ്യിലിപ്പോൾ ഇതേ തരാനുള്ളു കുട്ടിയെ, അവർ നിറമിഴികളോടെ പറഞ്ഞു. ഇതൊന്നും വേണ്ട അമ്മായി, അത് പറ്റില്ല. ഇത് കയ്യിൽ വെച്ചോ. നീ തന്ന സ്വർണം കൊണ്ടാണ് കഴിഞ്ഞ മാസത്തെ ലോൺ അടച്ചേ. കുടി പൈസ കിട്ടി അത് മോൾക്ക് വേഗം എടുത്തരാട്ടോ. അതൊന്നും വേണ്ട. ഇത്രയും കാലം ആമി ചേച്ചിയെ പോലെ അമ്മായി എന്നെ നോക്കില്ലോ, അത് മതി എനിക്ക്. ആ സ്വർണ്ണം ആമി ചേച്ചിയുടെ കല്യാണ സമയത്ത് ഉപകാരപ്പെടും. വിവാഹത്തിന്റെ അന്ന് സംഘാടകരുടെ വക വധുവിന് 5 പവന്റെ ഒരു മാല ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിറങ്ങിയാൽ നേരം അതഴിച്ച് അമ്മായിക്ക് കൊടുത്തു. അത്രയും കാലം നോക്കി വളർത്തതിന് മുന്നിൽ അതൊന്നും അല്ല എന്നറിയാം. എന്നാലും തന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായം ആയിക്കോട്ടെ എന്ന് കരുതി. അമ്മായി ആദ്യം അത് വാങ്ങിയില്ല എങ്കിലും അവൾ വാശി പിടിച്ചപ്പോൾ വാങ്ങിക്കേണ്ടി വന്നു. തൻ്റെ കയ്യിൽ സ്വർണമാണെന്ന് പറയാൻ ആകെയുള്ളത് ഒരു മോതിരം മാത്രമാണ്, അതും അമ്മയുടേത്. എന്തു വന്നാലും അത് നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞാണ് അമ്മായി അത് കയ്യിലിട്ട് തന്നത്. പക്ഷേ തൽക്കാലത്തേക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇത് വിറ്റേ പറ്റുള്ളൂ. കുറഞ്ഞത് ഒരു 5000 രൂപയെങ്കിലും കിട്ടുമായിരിക്കും. അവൾ മനസ്സിൽ ഓരോന്ന് തീരുമാനിച്ച് മുന്നോട്ട് നടന്നു. തിരിച്ചും ഓട്ടോയിലാണ് പോയത്. പണയം വെക്കാനുള്ള കടയിലേക്ക് നടക്കുമ്പോൾ കവലയിൽ ഒരാൾക്കൂട്ടം. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.